ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിലൊരു അറയുണ്ട്, ആ അറയിലെ മാക്സിമം എലമെൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് പിക്ക് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് ലൂപ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യാനും, രണ്ടാമെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റിൽ അത് ലാർജർ വൺ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനും. അതായത് ഓരോ അറയ്ക്കകത്തുള്ള ഓരോ എലമെൻറ്റ് ബൈ എലമെൻറ്റ് കമ്പാരിസണും ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെഷൻസ് വർക്ക് ഓൺ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യമേ ഒരു എലമെൻറ്റിനെ നമ്മൾ മാക്സിമം എലമെൻറ്റായിട്ടാണ് അസ്യൂം ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അറയ്ക്കകത്തുള്ള ആക്ച്വൽ എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ മാക്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആവുന്നത് ഏതാണോ അത് വെച്ച് നമ്മുടെ മാക്സ് എന്നുള്ള വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നോർമൽ അറയിലെ മാക്സിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ എഴുതിയില്ലേ, അത് മാത്രമാണിത്. അഡീഷണലായിട്ട് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് അറേ ആയതുകൊണ്ട് എത്ര അറയുണ്ട്, ഒറ്റ അറയുള്ളൂ. അറയുടെ പേരെന്താണ്, ആൽഫയാണ്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽഫയുടെ ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സിൽ ബിഗിനിങ് ഇൻഡെക്സ് എന്താണ്, 0 ആണ്. മാക്സിമം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, K300 ആണ്. അതിൻ്റെ സൈസ്, അതായത് മാക്സിമം എവിടം വരെ പോകും, 300 വരെ പോകും. പിന്നെ ഓരോ തവണ വരുന്ന ഇൻഡെക്സിൻ്റെ അപ്ഡേഷൻസ് എത്രയാണ്, 3 വെച്ചിട്ടാണ്. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്പേഴ്സാണ് അല്ലെങ്കിൽ വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണല്ലോ, അതുകൊണ്ട് 3 വെച്ചിട്ടായിരിക്കും അപ്ഡേഷൻസ്. ഇനി നമ്മൾ പുതുതായിട്ട് നോക്കുന്ന ഒരാളാണ് മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ലാർജസ്റ്റ് എലമെൻറ്റിൻ്റെ അറയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു നെഗറ്റീവ് റേഞ്ചിലുള്ളൊരു വാല്യൂ, നമ്മൾ -∞ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒരു നെഗറ്റീവ് വാല്യൂ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു മാക്സിമം വാല്യൂ ആയിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അറയ്ക്കകത്തുള്ള ആക്ച്വൽ എലമെൻറ്റ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു വാല്യൂമായിട്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ് ആയിട്ടും പോസിറ്റീവ് വാല്യൂസ് വരുന്ന സമയത്ത് ഈ മാക്സ് അപ്ഡേറ്റ് ആവുമല്ലോ, നമ്മുടെ അറേ എലമെൻറ്റുമായിട്ട് അപ്ഡേറ്റ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ തവണ ഓരോ എലമെൻറ്റിനെ പിക്ക് ചെയ്യുമ്പോഴും മാക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സ് എന്നുള്ള വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് എടുക്കണം. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0th ഇൻഡെക്സിലുള്ള ഡേറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ എക്സ് രജിസ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്തു, ഇൻഡെക്സ് എന്നുള്ള വാല്യൂ എടുത്തു വെച്ചു. ഇൻഡെക്സിലെ വാല്യൂ ഇപ്പോൾ എന്താണ്, 0 ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ആൽഫ 0. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആൽഫ 0 എന്നുള്ള നമ്മുടെ അറയിലെ വാല്യൂ എടുത്ത് എവിടേക്ക് കൊടുത്തു, അക്യുമുലേറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് നമ്മുടെ അറയ്ക്കകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്, അക്യുമുലേറ്ററിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എലമെൻറ്റ് നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യണം, ദ വാല്യൂ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ മാക്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, കമ്പയറിങ് ദ കണ്ടൻറ്റ് ഇൻ ദ അക്യുമുലേറ്റർ വിത്ത് മാക്സ്. ഓക്കെ, അപ്പം അക്യുമുലേറ്ററിലെ വാല്യൂ ഇപ്പോൾ എന്താണ്, 20 ആണ്. മാക്സിലെ വാല്യൂ എന്താണ്, -32678, ഒരു നെഗറ്റീവ് റേഞ്ചിലുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു കണ്ടീഷൻ ഒന്നെങ്കിൽ ലെസ് ദാൻ ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം അല്ലേ. അപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് സപ്പോസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ മാക്സും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത എലമെൻറ്റിനെ എടുക്കണം. സപ്പോസ് ഇത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂനെയാണ് നമുക്ക് വേണ്ടത്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാക്സ് എന്നുള്ള വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. മാക്സ് എന്നുള്ള വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. സോ നോക്കിക്കേ, നമ്മുടെ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും മാക്സിലെ കണ്ടൻറ്റും കമ്പയർ ചെയ്തപ്പോഴേക്കും ഇത് ലെസ് ദാൻ ആണോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മാക്സ് എന്നുള്ള വേരിയബിളിലേക്ക് അക്യുമുലേറ്ററിലെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. സോ മാക്സിൽ -32768 എന്നുള്ള വാല്യൂ മാറി. ഇപ്പോൾ മാക്സിൽ ഏത് വാല്യൂ വന്നു, 20 വന്നു. ഏത് വാല്യൂ വന്നു, 20 വന്നു. സോ നൗ ദ മാക്സിമം എലമെൻറ്റ് ഇൻ ദ അറേ ഈസ് 20 ആണല്ലോ. ഈ 20 മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമുണ്ടോ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത എലമെൻറ്റിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, സോ അപ്പം നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് 2 പോകും. ഓക്കെ, സോ അവിടെ ലൂപ്പ് 2 പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, LDA ഇൻഡെക്സ് എടുത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻഡെക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, +3 കൊടുത്തു. അതായത് 0യിൽ നിന്ന് മാറി അത് എന്തായി മാറും, 3 ആയി മാറും. എന്നിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഡെക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ലിമിറ്റ് എക്സീഡ് ആയോ നമുക്ക് ചെക്ക് ചെയ്യണം. ലിമിറ്റ് എക്സീഡ് ആയോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരെ ലെസ് ദാൻ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ
ലൂപ്പ് 1ലേക്ക് പോകും. സോ ലൂപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ ഇൻഡെക്സിലുള്ള വാല്യൂവും നമ്മുടെ മാക്സും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള സെഗ്മെൻറ്റാണ് ലൂപ്പിലിരിക്കുന്നത്. അതായത് അറേക്കകത്തുള്ള ഓരോ എലമെൻറ്റും ആരുമായിട്ട് കമ്പയർ ചെയ്യണം? നമ്മളുടെ മാക്സുമായിട്ട് കമ്പയർ ചെയ്യണം. സോ പ്രസൻ്റ്ലി മാക്സ് വാല്യൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? 20 ആണ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരെ ലൂപ്പ് 1 ചെന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇൻഡെക്സ് എടുത്ത് വയ്ക്കും എക്സിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൽഫയിലുള്ള, അതായത് ആൽഫ ഓഫ് 3യിലുള്ള വാല്യൂവും അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് മാക്സും തമ്മിൽ കമ്പയർ ചെയ്യും. സോ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് 20. സോ ഇത് തമ്മിൽ എന്താണ്? ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? അതായത് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പ് ചെയ്യാൻ പറഞ്ഞേക്കും. അതായത് അടുത്ത എലമെൻറ്റിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് കയറില്ല? സ്റ്റോർ ചെയ്യുന്ന ഓപ്പറേഷനിലേക്ക് നമ്മൾ പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ ലൂപ്പ് ചെയ്തു. ഏത് ലൂപ്പിലോട്ടാണ് പോകേണ്ടത്? ലൂപ്പ് 2ലേക്ക്. സോ ലൂപ്പ് 2ലേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലൂപ്പ് 2ൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡെക്സിനെ എടുത്ത് അക്യുമുലേറ്ററിൽ കൊടുത്തു, 3 ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇൻഡെക്സിനെ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സിറ്റിംഗ് കണ്ടീഷൻ ആയോ നമ്മൾ ചെക്ക് ചെയ്തു. എക്സിറ്റിംഗ് കണ്ടീഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ട് പോകും? ലൂപ്പ് 1ലേക്ക് പോകും. സോ ലൂപ്പ് 1 വെച്ച് നമ്മൾ ഓരോ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് മാക്സിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിനെ അപ്ഡേറ്റ് ചെയ്യണം. അല്ല എങ്കിൽ ഇപ്പം JLT ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ലൂപ്പിലേക്ക്, അതായത് പുതിയ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഇത് സെയിം കാര്യം തന്നെ നമുക്ക് എവിടെ ചെയ്യാം? സിഗ്ബാർ എക്സിയിലും ചെയ്യാം. അവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ എസ്സിൽ കൊടുത്തു. ഫൈനൽ ടെർമിനേഷൻ കണ്ടീഷൻ നമ്മൾ 3Tയിൽ കൊടുത്തു. പിന്നെ എക്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ എന്താക്കി കൊടുത്തു? 0 ആക്കി കൊടുത്തു. അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആൽഫയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് എടുത്ത് അവിടെ കൊണ്ടുവച്ചു, അക്യുമുലേറ്ററിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? കമ്പയർ ചെയ്യുവാണ്. നമ്മളുടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും നമ്മുടെ മാക്സ് എന്നുള്ള നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂ എത്രയാണ്? -3 to 7, ഒരു നെഗറ്റീവ് റേഞ്ചിലുള്ള വാല്യൂ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ലൂപ്പ് 2യിലോട്ട് പോകാൻ പറഞ്ഞു. ലൂപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിനകത്ത് അപ്ഡേഷൻ ഇല്ല. മാക്സിനകത്ത് അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത എലമെൻറ്റിനെ പിക്ക് ചെയ്യണം. അടുത്ത എലമെൻറ്റിനെ പിക്ക് ചെയ്യണമെങ്കിൽ ആര് അപ്ഡേറ്റ് ആവണം? ഇൻഡെക്സ് അപ്ഡേറ്റ് ആവണം. സോ ഇൻഡെക്സ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? എസ്സും എക്സും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? ഇൻഡെക്സ് എസിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് അപ്ഡേറ്റ് ആയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്താണ്? എക്സിറ്റിംഗ് കണ്ടീഷൻ ആയോ എന്ന് ചെക്ക് ചെയ്യണം. എക്സിലുള്ള വാല്യൂവും ടിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ആണെങ്കിൽ, അതായത് 300-നേക്കാളും കുറവാണ് നമ്മുടെ ഇൻഡെക്സ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പ് 1ലേക്ക് പോകണം. ആ ലൂപ്പ് 1ലോട്ട് നമ്മൾ പോകുമ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ ഇൻഡെക്സിലുള്ള വാല്യൂവും മാക്സും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെയാണ്? നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ, അതായത് 300 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നവരെ, അല്ലേ? സോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 2 ലൂപ്പിലും 2 കോണ്ടെക്സ്റ്റ് ഓഫ് യൂസ് ആണുള്ളത്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി അറേ എലമെൻറ്റ് ഈസ് കമ്പയർഡ് വിത്ത് വാട്ട്? നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ഈ ലൂപ്പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അപ്ഡേറ്റ് ദ ഇൻഡെക്സ്. നമ്മുടെ ഇൻഡെക്സിനെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ദ ഇൻഡെക്സ്. ഓക്കെ. സോ ഈ 2 കാര്യം മാത്രം ഓർത്തിട്ടാൽ മതി. ഇത് ഇൻഡെക്സിന് വരുന്ന അപ്ഡേഷനും ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ. ഈ കമ്പാരിസൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കമ്പാരിസൻ്റെ ബേസിസിലാണ് നമ്മൾ മാക്സ് അപ്ഡേറ്റ് ആവണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ.